നമസ്കാരം. ആയുർവേദം ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പേരയിലയെ കുറിച്ചാണ്. അപ്പൊ പേരയില എന്ന് പറയുന്നത് നമ്മുടെ നാടുകളിലെല്ലാം വളരെ സുപരിചിതമായിട്ട്, പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ വളരെ സുപരിചിതമായിട്ട് കാണപ്പെടുന്ന ഒരു മരമാണ് അല്ലെ. അപ്പൊ മരത്തിലെ ഇലകളാണ്. അപ്പോൾ നമ്മൾ സാധാരണ പേരക്കായനെ പാവങ്ങളുടെ ആപ്പിൾ എന്നാണ് വിശേഷിപ്പിക്കപ്പെടാറുള്ളത്. അത്രയ്ക്കും എല്ലാവരും നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് പ്രാവശ്യം പേരക്കായ കഴിച്ചിട്ടുണ്ടാകും. അതിന്റെ ഫലം പോലെ തന്നെ അത്രയധികം പ്രാധാന്യവും ഔഷധ മൂല്യവും ഉള്ള ഒന്നാണ് പേരയിലകൾ. അപ്പോൾ ഇന്ന് നമ്മൾ ഈ എപ്പിസോഡിൽ പേരയിലയുടെ ഗുണങ്ങളെ കുറിച്ചും അതെങ്ങനെയാണ് പല രോഗങ്ങൾക്കും നമുക്ക് ഒറ്റമൂലിയായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നത് എന്നതിനെ കുറിച്ചും ഒക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പേരയിലകൾക്ക് ഔഷധ മൂല്യങ്ങൾ ഏറെയുണ്ട്. അവ എന്തൊക്കെ പ്രോപ്പർട്ടീസുകളാണ് കൂടുതലായിട്ട് അതിൽ ന്യൂട്രിയൻസ് ആയാലും വൈറ്റമിൻസ് ആയാലും മിനറൽസ് ആയാലും ഒക്കെ അടങ്ങിയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് ഫസ്റ്റ് നോക്കാം. അപ്പൊ ഏറ്റവും കൂടുതൽ വൈറ്റമിൻസ് B6, B12, B6 എല്ലാ വൈറ്റമിൻ ബി, എല്ലാ തരത്തിലുള്ള വൈറ്റമിൻ ബി കോംപ്ലക്സുകൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ നമുക്ക് സ്കിന്നിനൊക്കെ ഏറ്റവും അത്യാവശ്യം, സ്കിന്നിന് മാത്രമല്ല ശരീരത്തിലെ എല്ലാ കാര്യങ്ങൾക്കും വളരെയധികം ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒന്നാണ് ആന്റി ഓക്സിഡൻസ്. ഇത് ഈ പേരയിലകളിൽ ഏറ്റവും കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസും ഇതിലുണ്ട്. അതുപോലെ തന്നെ കാൽസ്യം, മെഗ്നീഷ്യം എന്ന മിനറൽസുകളുടെ ഒക്കെ ഒരുപാട് സാന്നിധ്യം ഇതിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കരോട്ടിനോയിഡ്സ്, ഫ്ലെവനോയിഡ്സ്, വൈറ്റമിൻ കെ, വൈറ്റമിൻ ബി പോലെ തന്നെ വൈറ്റമിൻ കെയും ഇതിൽ ഒരുപാട് അടങ്ങിയിരിക്കുന്നു. അതേപോലെ ഇത്തരം കാര്യങ്ങളൊക്കെ ന്യൂട്രിയൻസും മിനറൽസും വൈറ്റമിൻസും ഒക്കെ ഒരുപാട് അടങ്ങിയിരിക്കുന്ന ഒരു സസ്യമാണ് അല്ലെങ്കിൽ ഒരു ഇലയാണ് പേരയിലകൾ കേട്ടോ. അപ്പൊ പേരയിലകൾ നമുക്ക് മൂത്ത പഴുത്ത പേരയിലകളും തളിരിലകളും നമുക്ക് ഔഷധമായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതൊക്കെ ഏതൊക്കെ സാഹചര്യത്തിലാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് ലേറ്റർ ഓൺ പറയാം. അപ്പോൾ ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട ഏതൊക്കെ രോഗങ്ങളിലാണ് നമ്മൾ ഇതൊക്കെ ഉപയോഗിക്കുന്നത് ഉള്ളത് ഫസ്റ്റ് നമുക്ക് പറയാം. ഇപ്പൊ രക്തത്തിൽ ചീത്ത കൊളസ്ട്രോൾ ഉണ്ടാവുന്ന സമയത്ത് അത് കുറയ്ക്കാനായിട്ട് നമുക്ക് ഈ ഒരു പേരയിലകൾ വളരെയധികം സഹായിക്കുന്നവയാണ്. അതുപോലെ രക്തത്തിൽ പഞ്ചസാരയുടെ അളവ്, പ്രമേഹമുള്ള ആളുകളിൽ പെട്ടെന്ന് തന്നെ ആ ഒരു ഷുഗർ കുറച്ചു കൊണ്ടുവരാനായിട്ട് പേരയിലകൾ കൊണ്ട് സാധിക്കും. പിന്നെ അതുപോലെ വണ്ണം കുറയ്ക്കാൻ, കൊടവയറ് കുറയ്ക്കാനൊക്കെ പേരയിലകൾ വളരെയധികം സഹായിക്കുന്നതാണ്. അതുപോലെ ചുമ, കഫക്കെട്ട്, ശ്വാസം മുട്ടല്, അത്തരം രോഗങ്ങളിലൊക്കെ, കഫജമായിട്ടുള്ള രോഗങ്ങളിലൊക്കെ പെട്ടെന്ന് തന്നെ ആശ്വാസം കിട്ടാനായിട്ട് പേരയിലകൾ കൊണ്ടുള്ള ഒറ്റമൂലികൾ സാധിക്കാറുണ്ട്. അപ്പൊ ഏതൊക്കെയാണെന്ന് നമുക്ക് ഇത് കഴിഞ്ഞതിന് ശേഷം പറയാട്ടോ. പിന്നെ അതുപോലെ പലപ്പോഴും നമുക്ക് പല റെസ്റ്റോറന്റുകളിലൊക്കെ പോകുന്ന സമയത്ത് ചില ഫുഡ് അലർജീസ് ഒക്കെ വരാറുണ്ട് അല്ലെ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഫുഡ് അലർജീസ്, നമുക്ക് ചിലപ്പോൾ സ്കിന്നിൽ റാഷസോ അല്ലെങ്കിൽ നമുക്ക് വയറ്റിൽ എന്തെങ്കിലും ഇൻഡൈജഷൻ ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് പേരയിലകൾ ഒറ്റമൂലിയായിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ തൊണ്ടവേദന, ഞാൻ പറഞ്ഞു കഫജമായിട്ടുള്ള ഒരുവിധം എല്ലാ രോഗങ്ങളിലും ഒറ്റമൂലിയായിട്ട് നമുക്ക് ഈ ഒരു പേരയിലകൾ ഉപയോഗിക്കാനായിട്ട് കഴിയും. തൊണ്ടവേദനയൊക്കെ വരുന്ന സമയത്ത് തുടക്കത്തിലൊക്കെ നമുക്ക് പേരയില ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ പല്ലിന്റെ ആരോഗ്യം, മോണയുടെ ഹെൽത്ത്. അപ്പൊ മോണയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് പഴുപ്പ് വരിക, അതുപോലെ മോണയിൽ വേദന വരിക, പല്ലിന് എപ്പോഴെപ്പോഴും ഒരു ടിംഗ്ലിംഗ് സെൻസേഷൻ അല്ലെങ്കിൽ പല്ലിന്റെ എപ്പോഴും അത് കേടായി പോകുക എന്നുള്ള അവസ്ഥകളൊക്കെ മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് പേരയിലകൾ ഒരുപാട് സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ വയറിലുള്ള അൾസർ ഫോർമേഷനൊക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് നമുക്ക് പേരയിലയുടെ ഉപയോഗം സാധിക്കുന്നതാണ് കേട്ടോ. അതുപോലെ നീർവീക്കങ്ങൾ, നല്ല രീതിയിൽ നീരുണ്ടെങ്കിൽ ശരീരത്തിൽ അതൊക്കെ കുറയ്ക്കാനായിട്ട് പേരയിലകൾ സഹായിക്കാറുണ്ട്. അതുപോലെ തന്നെ കോസ്മെറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക്, ഇപ്പൊ തലയിൽ താരൻ, അതേപോലെ തന്നെ നമ്മുടെ സ്കിന്ന് നല്ല രീതിയിൽ ഗ്ലോ ആക്കി വെക്കാനും മുഖക്കുരു, അതേപോലെ കറുത്ത പാടുകൾ അകറ്റാനും ഒക്കെ നമുക്ക് പേരയിലകൾ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ട് നമുക്ക് പേരയിലകൾ കൊണ്ട് ചെയ്യാനായിട്ട് കഴിയുന്നത്. ഇനി എങ്ങനെയാണ് ഓരോ രോഗത്തിനും നമ്മൾ എങ്ങനെയാണ് പേരയില ഉപയോഗിക്കേണ്ട രീതി എന്നും കൂടി ഞാൻ പറയാം. ഒറ്റമൂലികളാണ്, ശ്രദ്ധിച്ച് കേൾക്കണം, മനസ്സിലാവും. വളരെ സിമ്പിൾ ആയിട്ടാണ് പറയുന്നത്, എന്നാലും കുറിച്ചു വെക്കുക, തെറ്റിപ്പോകാതിരിക്കാനായിട്ട് കേട്ടോ. ഓക്കെ. അപ്പോ ഏതളവിലാണ് നമ്മൾ പേരയില ചേർക്കേണ്ടത് അതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിൽ കൂടുതലും ചേർക്കാൻ പാടില്ല, അതിൽ കുറവും ചേർക്കാനായിട്ട് പാടില്ല കേട്ടോ. എന്നാലാണ് നമുക്ക് കൃത്യമായിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ. അപ്പൊ പ്രമേഹ രോഗികളില്, അതേപോലെ തന്നെ കൊളസ്ട്രോൾ അധികമായിട്ടുള്ള ആളുകളിൽ ഈ ഒരു ഒറ്റമൂലി പേരയില വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അത് ചെയ്യേണ്ടത് എങ്ങനെയാന്ന് വെച്ചാല്, നല്ല പഴുത്ത പേരയിലയാണ് ഇവിടെ ആവശ്യം. പഴുത്ത പേരയില എന്ന് വെച്ചാൽ നമ്മൾ താഴെ വീഴുന്ന പേരയില, അതിൽ കേടൊന്നും ഇല്ലാത്തതാണെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ അത് വീഴാനായിട്ട് നിൽക്കുന്ന പേരയിലകളുണ്ട്. അപ്പൊ അത്തരം നല്ല രീതിയിൽ പഴുത്ത് ആ ഇലയുടെ കളറൊക്കെ ചേഞ്ച് ആവുന്ന ഒരു സമയമുണ്ടല്ലോ, ആ ഇലകളാണ് നമ്മൾ എടുക്കേണ്ടത്. പഴുത്ത പേരയില അതൊരു 5 എണ്ണം എടുക്കാം, 5 എണ്ണം എടുക്കാം, അല്ലെങ്കിൽ 5 ഒരു 6 എണ്ണം എടുത്താലും കുഴപ്പമില്ല. അത് നല്ല രീതിയിൽ ഇടിച്ച് ചതച്ച്
അതിന്റെ ഒരു 5 ഗ്ലാസ് വെള്ളത്തിൽ, അത് വല്ലാണ്ട് നമ്മൾ കുടിക്കേണ്ട അല്ലെങ്കിൽ നല്ല രീതിയിൽ പേസ്റ്റ് ആക്കൊന്നും ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടാൽ മതി. അല്ലെങ്കിൽ നമ്മൾ കൈ ഉപയോഗിച്ചിട്ട് തന്നെ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ അതിനെ ഞെരടിയാലും കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് നമ്മളത് ബോയിൽ ചെയ്യാനാണ്. 5 ഗ്ലാസ് വെള്ളത്തിൽ ബോയിൽ ചെയ്ത് അത് 3 ഗ്ലാസ് ആയിട്ട് വറ്റിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇത് നമുക്ക് കൊളസ്ട്രോളും ഷുഗറും കുറയ്ക്കും. കാര്യം കൊളസ്ട്രോള് നമുക്ക് സാധാരണ പ്രമേഹമുള്ള ആൾക്കാരിൽ ഒരു മെജോറിറ്റി ആളുകളിലും കൊളസ്ട്രോളും കാണുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെ എക്സസ് ആയിട്ട് വരുന്ന ഗ്ലൂക്കോസ് കൊണ്ടാണല്ലോ നമുക്ക് പ്രമേഹം ഉണ്ടാവുന്നത്. ഇത് സാധാരണയായിട്ട് മെറ്റാബോളിസം നടക്കാതെ ഇത് ഇത് നമുക്ക് കൊളസ്ട്രോൾ എന്ത് ചെയ്യും, ഈ എക്സസ് ആയിട്ടുള്ള കൊളസ്ട്രോൾ നമ്മുടെ ലിവറിൽ വന്നിട്ട് ഫാറ്റ് ആയിട്ട് അല്ലെങ്കിൽ കൊളസ്ട്രോൾ ആയിട്ടാണ് അത് സ്റ്റോർ ചെയ്യുന്നത്. അല്ലെങ്കിൽ എക്സസ് ആയിട്ടുള്ള ഗ്ലൂക്കോസ് കൊളസ്ട്രോൾ ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുറെ ആളുകളിലൊക്കെ പ്രമേഹമുള്ള ആളുകളിൽ കൊളസ്ട്രോളും നല്ല രീതിയിൽ ഉണ്ടാവുന്നതായിട്ട് കാണപ്പെടാറുണ്ട് കേട്ടോ. അപ്പൊ അത്തരം അവസരങ്ങളിൽ നമുക്ക് ഈ ഒരു ഒറ്റമൂലി ഉപയോഗിക്കാവുന്നതാണ്. പ്രമേഹത്തിനായാലും കൊളസ്ട്രോളിനായാലും രണ്ടിനും ഗുണം ചെയ്യുന്ന ഒരു ഒറ്റമൂലിയാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ നമുക്ക് ഇത് കുടിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പൊ അത്തരം അവസരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു അരമുറി അല്ലെങ്കിൽ ഒരു 2 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് അല്ലെങ്കിൽ തേനും കൂടി മിക്സ് ചെയ്തിട്ട് ആ ഒരു മിശ്രിതം തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ചേർക്കാം. ഓക്കെ, അത് നമുക്ക് നല്ല രീതിയിൽ ഇത് കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ ഒരുപാട് കോഫി അങ്ങനത്തെ ഒക്കെ കുടിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ കൊളസ്ട്രോൾ ലെവൽ കൂടുന്നതായിട്ട് കാണാറുണ്ട്. അപ്പൊ അത്തരം അവസരങ്ങളിൽ അതിന് പകരമായിട്ട് നമുക്ക് ഇത് കുടിക്കാവുന്നതാണ് കേട്ടോ. ഈ ഒരു പേരയിലെ ചായ എന്ന് നമുക്ക് പറയാം, ഇത് കുടിക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ചില അവസരങ്ങളിൽ നമുക്കറിയാം താരനൊക്കെ വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്ന അവസ്ഥകളുണ്ട്, വളരെ കൂടുതലായിട്ട്. അപ്പൊ അത്തരം അവസരങ്ങളിൽ നമുക്ക് മരുന്ന് ഉപയോഗിക്കാതെ തന്നെ നമുക്ക് ഒരു ഒറ്റമൂലി ഉപയോഗിക്കാം. അതിന് വേണ്ടിയിട്ട് വേണ്ടത് ഒരു പിടി പേരയിലയാണ്. അപ്പൊ ഒരു പിടി പേരയില എടുക്കാം, അത് നല്ല രീതിയിൽ അരയ്ക്കുക. നമ്മള് മൈലാഞ്ചി ചെടി അല്ലെങ്കിൽ മൈലാഞ്ചി ഇല അരക്കില്ലേ, അതേപോലെ തന്നെ നമ്മൾ അരച്ച് നല്ല പേസ്റ്റ് ആക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് സവാളയുടെ നീര് ആഡ് ചെയ്യാം, പിന്നെ അതുപോലെ തന്നെ അല്പം വെളിച്ചെണ്ണ. ഇത് 3ഉം ആഡ് ചെയ്തിട്ട് നമ്മൾ തലയോട്ടിയിൽ നന്നായി മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 2-3 മണിക്കൂർ. തലനീരിറക്കം ഒന്നും ഇല്ലാത്ത ആളുകളാണ്, തലവേദന ഒന്നും വരില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ, കഫക്കെട്ട് വരില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു 2-3 മണിക്കൂർ വെക്കാം. എന്നിട്ട് അതിന് ശേഷം കഴുകി കളയുന്നത് വളരെ ഗുണം ചെയ്യാറുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു 2 ആഴ്ച കൊണ്ട് അല്ലെങ്കിൽ 2-3 ആഴ്ച കൊണ്ടൊക്കെ നമുക്ക് താരനൊക്കെ പോവാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇത് ഒരു നല്ലൊരു ഒറ്റമൂലിയാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മോണരോഗങ്ങൾ, ഇപ്പോ പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു പല്ലിന്റെ ആരോഗ്യത്തിനും മോണരോഗത്തിനൊക്കെ ഇത് വളരെ ബെനിഫിഷ്യൽ ആണെന്ന്. അപ്പൊ മോണരോഗങ്ങളൊക്കെ ഉള്ളവർക്ക് ഈ പേരയില തന്നെ ചവച്ചരച്ച് തിന്നാം. അതായത് ഒരു മോർണിംഗ് വാക്കിനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പോകുന്ന ആൾക്കാർ ഇത് ചവച്ചരച്ച് നടക്കുന്നത് കൊണ്ട് അവർക്ക് പെട്ടെന്ന് തന്നെ അത് നമ്മുടെ ശരീരത്തിൽ പിടിക്കാൻ, കാര്യം നമ്മളൊരു എക്സസൈസിലാണ് അല്ലെ, അതുകൊണ്ട് തന്നെ ഈ പേരയില ചവച്ചരച്ച് അങ്ങനെ നടക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അത് ആഗിരണം ചെയ്യാനൊക്കെ സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ പോകുന്ന എക്സസൈസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ആ സമയത്ത് കഴിക്കാനായിട്ടും കൂടി ശ്രദ്ധിക്കൂ കേട്ടോ. പിന്നെ അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സൗന്ദര്യ സംരക്ഷണത്തിൽ ഇത് വളരെയധികം പ്രാധാന്യമുള്ള ഒരു ഇലയാണ്. അപ്പൊ മുഖക്കുരു ഒക്കെ നല്ല രീതിയിലുള്ള ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് ഈ ഒരു പേരയുടെ മുട്ട എടുക്കാം. പേരയുടെ മുട്ട, ഇല വേണ്ട, പേരയുടെ മുട്ട് നല്ല രീതിയിലായിട്ട് പേസ്റ്റ് ആക്കി എടുത്തിട്ട് അത് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ മുഖക്കുരു പെട്ടെന്ന് കുറയ്ക്കാനായിട്ട്, കുറച്ച് നാൾ അധികം ചെയ്യണം കേട്ടോ, എന്നാൽ കുറയ്ക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്കറിയാം വാതരോഗം, അതുപോലെ പ്രസവിച്ച സ്ത്രീകൾക്ക് വേദുകുളിയൊക്കെ കുളിക്കാനായിട്ട് നമ്മൾ പേരയില ഉപയോഗിക്കാറുണ്ട്. അത് സാധാരണ നമുക്ക് പേരയില മാത്രമല്ല, പഴുത്ത പ്ലാവില, പുളിയില ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ട് അങ്ങനെ നമ്മൾ ധാര പോരും അതുപോലെ തന്നെ കുളിക്കാൻ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അത് വളരെ നല്ലതാണ്. വേദന, നീര്, അത്തരം പ്രസവം കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾക്ക് പ്രസവ രക്ഷയ്ക്ക് ഒക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. നല്ല ഒരു മെഡിക്കേറ്റഡ് വാട്ടർ ആണ്, കുളിക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. പിന്നെ പല്ലിന്റെ ആരോഗ്യം, ഇപ്പൊ പല്ലിന്റെ ഇടയ്ക്കിടയ്ക്ക് കേടുവരികയാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പേരയില ഉണക്കി പൊടിച്ച് അത് പേസ്റ്റ് ആക്കി വെക്കാം. എന്നിട്ട് നമുക്ക് പല്ല് തേക്കാനായിട്ട് ഇത് ഉപയോഗിക്കാം. അത് ചെറുതായി വെള്ളമൊക്കെ അപ്ലൈ ചെയ്ത് പേസ്റ്റ് ആക്കിയിട്ട് നമുക്ക് പല്ല് തേക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. പിന്നെ നമ്മുടെ മുഖത്ത് ഉണ്ടാകുന്ന ചില ചുളിവുകൾ, അതുപോലെ ഡാർക്ക് സർക്കിൾസ് ഒക്കെ കുറയ്ക്കാനായിട്ട് നമുക്ക് പേരയില ഉപയോഗിക്കാവുന്നതാണ്. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതിൽ വൈറ്റമിൻ സി, ആന്റി ഓക്സിഡൻസ് ഒക്കെ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതൊരു ഫേസ് പാക്ക് ആയിട്ടാണ് ഉപയോഗിക്കേണ്ടത്. അതിന് എന്തൊക്കെയാ വേണ്ടതെന്ന് വെച്ചാല് 2 പേരയില വേണം, തളിരിയില എടുക്കാം. അപ്പോ ഇതിന് തളിരിയിലയാണ് കേട്ടോ ആവശ്യം. മുഖക്കുരുവിന്റെ കാര്യങ്ങൾക്ക് അതുപോലെ തന്നെ മുഖം സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ നമുക്ക് തളിരിയിലയാണ് ആവശ്യം. അപ്പൊ അത് എടുക്കാം. അതിലേക്ക് നമുക്ക്
കുറച്ച് കടലമാവ്, ഒരു നുള്ള് അല്ലെങ്കിൽ ഒരു 2 ടീസ്പൂൺ വേണ്ട, 1 ടീസ്പൂൺ മതി. 1 ടീസ്പൂൺ കടലമാവ്. ചില ആൾക്കാരുടെ ഇതനുസരിച്ച് അളവ് നമ്മൾ 2 ആൾക്കാരെ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ അത്ര നമ്മൾ കൂട്ടണം കേട്ടോ. 1 ടീസ്പൂൺ കടലമാവ് ഒരാൾക്ക് കേട്ടോ. അപ്പൊ അത് പിന്നെ അതുപോലെ 1 ടീസ്പൂൺ തൈര് നമ്മൾ ആഡ് ചെയ്യാം, 1 ടീസ്പൂൺ ചെറുപയർ. ഇതിലെല്ലാം കിട്ടിയില്ലെങ്കിൽ കിട്ടുന്ന സംഭവങ്ങൾ വെച്ചിട്ട് നമ്മൾ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് ഫേസ് പാക്ക് പോലെ ഇടുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഡാർക്ക് സർക്കിൾസ്, ചുളിവുകൾ ഒക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കും. ഒരു 2 ആഴ്ചക്കാലം 3 ആഴ്ചക്കാലം ഒക്കെ നമ്മൾ ചെയ്യണം കേട്ടോ. അപ്പൊ ചിലവർക്ക് അതൊരു ഒറ്റമൂലിയാണ്, ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പേരയില നമുക്ക് ഉറക്കക്കുറവിന് ഉപയോഗിക്കാം. അതെങ്ങനെയാണ് ഉറക്കക്കുറവിന് ഉപയോഗിക്കുന്നത്? പേരയില നമ്മൾ ഇട്ട് തിളപ്പിച്ച വെള്ളം നമുക്ക് കുടിച്ചിട്ടാണ് നമുക്ക് ഉറക്കക്കുറവ് ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാനായിട്ട് പറ്റുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് താരൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെയ്യാം. ഇനി അതുപോലെ തന്നെ നമുക്ക് ഈ തിളപ്പിച്ച വെള്ളം നമുക്ക് മുടി കുളിക്കാനായിട്ട് ഉപയോഗിക്കാം. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ തല കഴുകേണ്ട കാര്യമൊന്നുമില്ല. കാര്യം അതിന് വേറെ പശ പോലത്തെ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ എണ്ണമയം പോലെ ഇരിക്കുക അങ്ങനത്തെ ഒന്നുമില്ല. ശരിക്കും വെള്ളം പോലെ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ പേരയില ഇട്ട് തിളപ്പിച്ച വെള്ളം ചെറിയ ചൂടോടുകൂടി അത് നമുക്ക് താരനൊക്കെ നമുക്ക് കുളിക്കാനായിട്ട് അല്ലെങ്കിൽ മുടി വളർച്ചയ്ക്കും നല്ലതാണ്, ഗ്രോത്ത് കിട്ടാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. അപ്പൊ അത് ചെയ്യാം. പിന്നെ വായ്പുണ്ണിന് എങ്ങനെയാണ് നമുക്ക് പേരയില ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. വായ്പുണ്ണിന് വേണ്ടിയിട്ട് നമ്മൾ 3 ഇല എടുക്കണം. അത് തളിരിയില തന്നെ എടുക്കാനായിട്ട്. തളിരില കിട്ടിയില്ലെങ്കിൽ നമുക്ക് പഴുത്തത് എടുക്കാം. മാക്സിമം തളിരിയില തന്നെ എടുക്കാനായിട്ട് നോക്കാം. അതിലേക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുക. അതിലേക്ക് കുറുന്തോട്ടി ഇല നല്ല രീതിയിൽ ഇടിച്ച് ചതച്ച് അത് കവിള് കൊള്ളുക. അതായത് ആ വെള്ളത്തിൽ നമ്മൾ കവിള് കൊള്ളുക. നമ്മൾ സാധാരണ ഗാർഗിളിംഗ് എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഇങ്ങനെ പിടിച്ച് വെക്കുന്നത് അതും വളരെ നല്ലതാണ്. അത് പെട്ടെന്ന് തന്നെ നമ്മുടെ ആ പുണ്ണ് ചുരുങ്ങാനും അത് മാറാനും ഒക്കെ കാരണമാകാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് ഒരുപാട് ഒറ്റമൂലികൾ പേരയില വെച്ചിട്ടുള്ളത്, ഒരുപാട് രോഗാവസ്ഥയ്ക്ക് നമുക്ക് പേരയില ഉപയോഗിക്കാവുന്ന കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പൂർണ്ണമായിട്ട് വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ താങ്ക് യു. നാളെ പുതിയൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി. ബൈ.